ഒരു നല്ല ടൈം കറക്ഷൻ ഓൾറെഡി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒത്തിരി പോസിറ്റീവ് ഗവൺമെൻറ്റും RBIയും ഇങ്ങനെ വാരിക്കോരി നമുക്ക് പോസിറ്റിവിറ്റി തന്നുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ 6-7 മാസമായിട്ട്. അപ്പം അതിൻ്റെ റിയൽ എഫക്റ്റ് വരികയാണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നോബൽ സമ്മാനം അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ട്രംപിനായിരിക്കുമോ എന്നുള്ളത് അല്ല, പക്ഷെ ട്രംപ് ഇപ്പം ഇന്നും സംസാരിക്കുന്നുണ്ട് എനിക്ക് തന്നെ പറ്റുള്ളൂ. ബാംഗ്ലൂർ കോൺക്ലേവിന് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഇവന്റ് ആയിരുന്നു. എല്ലാം നല്ല അടിപൊളി വലിയ ട്രേഡേഴ്സ്. അതിൽ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു, കാർത്തിക് എന്ന് പറഞ്ഞത്. ഒരു വർഷം മുമ്പ് സിൽവറിനെയും ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ ആരും ഇൻട്രസ്റ്റഡ് അല്ല. കറണ്ട്ലി എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. പറയുന്നത് കറണ്ട്ലി എല്ലാവരും ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെഡ് സിഗ്നലായിട്ട് അതിനെ കാണണം. അങ്ങനെ മാർക്കറ്റിൽ ചെറിയൊരു പച്ചപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ചെറിയ പച്ചപ്പോ, അപാരമായിട്ടുള്ള റിക്കവറി അല്ല. 24,500 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 25,300 റേഞ്ചിൽ, ഏകദേശം നിയർലി 900 to 1000 പോയിന്റ്സ് റിക്കവറി ഇൻ നിഫ്റ്റി. അത് എനിക്ക് തോന്നുന്നു സ്റ്റോക്കുകളിലൊക്കെ ആ റിക്കവറി കാണാം എന്നുള്ളത് തന്നെയാണ്. പല സ്റ്റോക്കുകളും സ്പെഷ്യൽ പോക്കറ്റ്സ്, ചില പ്രത്യേക സെക്ടറുകളിൽ ആ ഒരു റിക്കവറി കാണാം. അതുപോലെ തന്നെ ഗോൾഡ് അനിയന്ത്രിതമായി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിൽവർ പക്ഷെ ഇന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ പോയി. ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷനുള്ള കേസ്. ഗോൾഡും സിൽവറും ഒരു സൈഡിൽ കൂടെ കയറുന്നു, ആ സമയത്ത് മാർക്കറ്റ് എങ്ങനെ തിരിച്ചു കയറും എന്നുള്ളതാണ്. FISും DISും ഒന്നിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ബൈ ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു പോസിറ്റിവിറ്റിയാണ്. ഗ്ലോബൽ മാർക്കറ്റുകൾ, US മാർക്കറ്റൊക്കെ കണ്ടിന്യൂസ്ലി ഓൾ ടൈം ഹൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 10% ഇവിടെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു ഫീല്. ട്രംപിൻ്റെ ഇഷ്യൂ ഒക്കെ മാർക്കറ്റിൽ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട്. അത് ഒന്ന് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നെഗറ്റിവിറ്റിക്ക് കാരണം B1 വിസ എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല കമ്പനികളുടെയും ടോട്ടൽ ടേൺ ഓവറിൻ്റെ വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇതിന് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു 100 രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിലെ ഒരു 50 പൈസയുടെ എഫക്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യൻ കമ്പനികൾക്ക് ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ B1 വിസയിലെ റേറ്റ് കൂട്ടിയൊന്നും നമ്മുടെ കമ്പനികളെ വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അതും ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു. ഫാർമയിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ലൈവിലൊക്കെ പറഞ്ഞ കാര്യമാണ്. നമ്മളിപ്പോൾ സൺഡേ വൈകുന്നേരം 8 മണിക്ക് നമ്മൾ Q&A ലൈവുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിലുള്ള വ്യൂസൊക്കെ കൂടാതെ കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതാണ് ഫാർമയുടെ കേസ്. ഫാർമയിൽ ജനറിക് മെഡിസിൻസ് ആണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. പക്ഷേ ട്രംപ് ഏറ്റവും കൂടുതൽ താരിഫ് വെച്ച് കൊടുത്തത് ബ്രാൻഡഡ് മെഡിസിൻസിനാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 95% മരുന്നുകളിലും ഈ ഒരു താരിഫ് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതോടുകൂടി ഫാർമ തിരിച്ചു വന്നു. IT ഈ നെഗറ്റിവിറ്റി ഇമ്പാക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ 2-3 ദിവസം കൊണ്ട് IT വളരെ ബുള്ളിഷായി. പിന്നെ ഓൾറെഡി ഗവൺമെൻറ് RBIയും ചെയ്ത കുറേ നയങ്ങളുണ്ട്. ഇപ്പോൾ റിപ്പോ റേറ്റ് കുറച്ചില്ലെങ്കിലും അവർ ചെയ്ത ചില ചേഞ്ചസ് മാർക്കറ്റിന് ഭയങ്കര പോസിറ്റീവാണ്. അടുത്ത ക്വാർട്ടറിലൊക്കെ കുറയ്ക്കും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ്സും കൂടി വന്നു കഴിഞ്ഞപ്പോൾ പോസിറ്റീവുകളുടെ വാരാഘോഷമായിരുന്നു കഴിഞ്ഞ 2 മാസമായിട്ട്. പക്ഷെ ആ വാരാഘോഷത്തിൻ്റേതായ ഒരു മൂവ്മെൻറ്റ് ഇല്ലാന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഞാൻ കുറച്ചൊക്കെ ചെറിയ എൻട്രീസൊക്കെ സ്വിങ്ങിൽ ഷോർട്ട് ടൈമിൽ എടുത്തത് ടാർജറ്റൊക്കെ അടിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് എനിക്ക് കുറച്ച് സ്റ്റോക്സിൽ കിട്ടിയിരുന്നു. എനിക്ക് കുറച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുമ്പത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കാണ് നുവാമ വെൽത്ത്. അത് അസാധ്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. പിന്നെ ബ്ലാക്ക് ബക്ക് ഞാൻ പറഞ്ഞ സ്റ്റോക്ക് അത് ചില പോക്കറ്റ്സ് ഒരു രക്ഷയില്ലാത്ത മൂവ്മെൻറ്റ്. ബ്ലാക്ക് ബക്ക് അഗെയിൻ ബ്രേക്ക്ഔട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ആനന്ദരാത്തിൽ ഞാൻ കഴിഞ്ഞ സൺഡേ ഷെയർ ചെയ്ത സ്റ്റോക്കാണ്. അത് ബുള്ളിഷ് തന്നെയാണ്. പിന്നെ ദീപാവലി വരാൻ പോകണം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദീപാവലി ഫെസ്റ്റിവൽ സീസൺസ് വരുമ്പോൾ പ്രത്യേകിച്ച് ദീപാവലി മാർക്കറ്റിൽ നല്ലൊരു ബുള്ളിഷ്നെസ് വരാറുണ്ട്. ശരിക്കും അത് കഴിഞ്ഞാണോ ഈ തവണ അതിനേക്കാൾ രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഈ തവണത്തെ ദീപാവലിയുടെ മുഹൂർത്തയുടെ 2:30 ഉച്ചയ്ക്ക് ആണോ? സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ 6:30-7:30 ആ സമയത്താണ് കാണാറ്. ആക്ച്വലി ഇത് ഈ നാളൊക്കെ നോക്കിയാണല്ലോ ഈ ടൈം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ തവണ അതിൻ്റെ അകത്തൊരു ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. ഈ പല ബ്രോക്കേഴ്സ് ഓഫീസുകളിലും ഇത് വലിയ പരിപാടിയാണല്ലോ. അപ്പം ഇത് വലിയ പരിപാടി ഒന്നല്ല. അത് ഞാൻ പറയാൻ വന്നത് ഈ നൈറ്റ് പരിപാടി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കലാപരിപാടികളാണ് ഹൈലൈറ്റ്. ഇതിന് ഉച്ചയ്ക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ കലാപരിപാടികൾ ഇങ്ങനെ നടക്കുന്നുള്ളതാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിനും നല്ല മാർക്കറ്റ് ടൈം ആണെന്നാണ്. ബയേഴ്സിന് വളരെ ഡീസൻ്റ് ആണ്. ഇന്നലെ ഉൾപ്പെടെയുള്ള കേസ് മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,300 മാർക്കറ്റ് നിൽക്കുന്നത്.
ഈ കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം നോക്കുമ്പോൾ പുട്ടിൻ്റെ പ്രീമിയം കോളിനേക്കാൾ വളരെ വില കുറഞ്ഞാണ് കിടക്കുന്നത്. 50% ആക്ച്വലി ഉണ്ടാകുന്ന പ്രൈസിനേക്കാൾ കുറവിലാണ് പല പുട്ടിൻ്റെയും പ്രീമിയംസ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പുട്ട് വാങ്ങാൻ ആളില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും കോൾ ഓപ്ഷൻസ് മതി, എല്ലാവരും മാർക്കറ്റിൽ എക്സ്ട്രീം ബുള്ളിഷാണ് എന്നുള്ളതാണ്. പക്ഷെ ആ എക്സ്ട്രീം ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എനിക്ക് തോന്നുന്നു. പക്ഷേ അതായത് നിഫ്റ്റി കയറിയ ആ ഒരു സമയത്ത്, അതായത് നിഫ്റ്റി എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്റ്റോക്സിലൊന്നും വലിയ കാര്യമായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ മേ ബി എൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റോക്സിൻ്റെ ആയിരിക്കും. പക്ഷെ പിറ്റേ ദിവസം സ്റ്റോക്സ് ഒക്കെ നന്നായിട്ട് അനങ്ങി തുടങ്ങി, FIAസിൻ്റെ ഏസും ബൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു ഓൾ ടൈം ഹൈ അടുപ്പിച്ചിട്ടായിരിക്കില്ല അടുത്ത മൂവ്മെൻറ്റ്. ഉറപ്പായിട്ടും ഒരു നല്ല ടൈം കറക്ഷൻ ഓൾറെഡി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒത്തിരി പോസിറ്റീവ് ഗവൺമെൻറ്റും RBIയും ഇങ്ങനെ വാരിക്കോരി നമുക്ക് പോസിറ്റിവിറ്റി തന്നുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ 6-7 മാസമായിട്ട്. അപ്പോൾ അതിൻ്റെ റിയൽ എഫക്റ്റ് വരികയാണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഓൾ ടൈം ഹൈ വഴിയും ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ തൊട്ട് മുമ്പ് നമുക്ക് സെപ്റ്റംബറിൽ വന്നൊരു ഹൈ ഉണ്ടല്ലോ, എത്രയാണ് 25,350 റേഞ്ച്, ആ റേഞ്ച് കടന്നതിന് ശേഷം പിന്നെയുള്ള 26,000 നമ്മുടെ ഓൾ ടൈം ഹൈക്കും ഉള്ള ഒരു ലെവലാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, വരട്ടെ. ഓക്കെ, സുനിൽ ഇപ്പോൾ ഈ ഡെപ്റ്റ് ഫണ്ടൊക്കെ മാറ്റിയിട്ട് സ്റ്റോക്സിലേക്ക് കയറ്റി വയ്ക്കുന്നതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം? ഞാൻ വളരെ കുറച്ച് ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ടൊരു 20% ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ഇക്വിറ്റികളിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് കയറാനായിട്ടുള്ളൊരു, പിന്നെ ഈ ടോപ്പിൽ പോയിട്ട് ഈ ബുള്ളിഷ്നെസ് കണ്ടിട്ടല്ലല്ലോ നമ്മൾ കയറേണ്ടത്. നമുക്ക് എൻട്രീസ് കിട്ടുകയാണെങ്കിൽ 25% ക്യാഷായിട്ട് കീപ്പ് ചെയ്യാൻ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ ഒരു റാലി എന്നെ സംബന്ധിച്ചോളം 100% കൺവിൻസ്ഡ് അല്ല. ടെക്നിക്കലി ബുള്ളിഷാണ്, ടെക്നിക്കലി ആയിട്ട് ഞാൻ പോവുകയാണ്. ഫണ്ടമെൻ്റലി എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ട്. അങ്ങനെയല്ല, ഈ ഒരു ബുള്ളിഷ് റാലി മൂവ് ചെയ്ത് Q3 Q4 നല്ല റിസൾട്ടുകൾ വരുന്നില്ലെങ്കിൽ ഇത് വെറും ബബിളായിട്ട് മാറും. അപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിന് ഉണ്ടാക്കും. പക്ഷേ Q3 നന്നാവും എന്നാണ് പൊതുവേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ. സംസാരം അതാണെങ്കിൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗണിലേക്ക് പോകുന്നു എന്നൊക്കെ ചെയ്തു, ഷട്ട് ഡൗണിലോട്ട് പോകുന്നു എന്നുള്ളൊരു കേസ്, അത് പുതിയ ബില്ല് പാസ്സായില്ല. ഇത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നെഗറ്റിവിറ്റി ഒന്നും ആക്ച്വലി കുറച്ചൊരു ഇമ്പാക്റ്റ് ചിലപ്പോൾ ഗ്ലോബലി വന്നേക്കാം അതിൻ്റെ അകത്തൊരിത്. പക്ഷേ ഇന്ത്യനെ ഒന്നും വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമേ അല്ല എന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപും ഉണ്ടായ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇതിനു മുൻപും അത് മാർക്കറ്റിനെ വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചെയ്തു വെച്ചതും ആവാം, ചിലപ്പോൾ അങ്ങനെയൊരു പ്ലാൻ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു നോബൽ സമ്മാനം അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ട്രംപിനായിരിക്കുമോ എന്നുള്ളത് അല്ല, പക്ഷെ ട്രംപ് ഇപ്പം ഇന്നും സംസാരിക്കുന്നുണ്ട് എനിക്ക് തന്നെ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഒബാമയെ കുറിച്ച്. ഒബാമ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, എന്നിട്ട് ഒബാമയ്ക്ക് കൊടുത്തു എന്നുള്ളത്. ഒബാമയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. യുദ്ധം തുടങ്ങി ഞാൻ അവസാനിപ്പിച്ചു, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഇറാനായിട്ടുള്ള യുദ്ധം പുള്ളി അവസാനിപ്പിക്കുന്നു, ഇപ്പോൾ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നു, റഷ്യ യുക്രൈൻ കൂടി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഉറപ്പ് പുള്ളിക്ക് തന്നെ അത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ രസമുള്ള ക്യാരക്ടറാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള അതിൻ്റെ സങ്കടം അദ്ദേഹത്തിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിക്സ് കാര്യമായിട്ടാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ടോ? വിക്സ് ആണെങ്കിൽ തുടങ്ങിയിട്ടില്ല. വിക്സ് സ്റ്റിൽ 10-11 മനസ്സിലായിട്ടില്ല. ഇന്ത്യ വിക്സ് മുകളിലോട്ട് പോയാൽ വലിയ കാര്യമായിട്ട് കൂടാൻ സാധ്യതയില്ല. ഒരു വലിയ ഓപ്ഷൻ വന്നാൽ മാത്രമാണ് ഒരു 15 ലെവലിലോട്ടൊക്കെ ഇനി പോവുള്ളൂ. വീക്ക്ലി ഓപ്ഷൻസ് എങ്ങാനും നിർത്താൻ ഇപ്പം നിർത്തില്ല എന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കി വരുന്നുണ്ട്. അല്ലെങ്കിൽ ബൈ വീക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നിർത്തുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നില്ല വിക്സ് കൂടുമെന്ന്. പക്ഷേ വീക്ക്ലി ഓപ്ഷൻസ് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വിക്സ് ചില കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി ട്രേഡബിൾ ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സിന് വളരെ പോസിറ്റീവായി മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 3-4 മാസങ്ങളായിട്ട് ഓപ്ഷൻ സെല്ലേഴ്സിന് എക്സ്ട്രീം പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോൺക്ലേവ്, ബാംഗ്ലൂർ കോൺക്ലേവിന് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഇവൻ്റ് ആയിരുന്നു. അതിനെക്കുറിച്ച് നമ്മളൊന്നും നമ്മുടെ ആളുകളോട് പറഞ്ഞില്ല. അതിൻ്റെ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പോഡ്കാസ്റ്റിൽ ആഡ് ചെയ്യാം. ബാംഗ്ലൂർ തലപ്പാവൊക്കെ കിട്ടിയ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ബാംഗ്ലൂർ 2 ഡേ ഇവൻറ്റിൽ ഒത്തിരി ആളുകളായിട്ട് സംസാരിക്കാനായിട്ട് പറ്റി. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മാർക്കറ്റ് വ്യൂ, മാർക്കറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ
സെല്ലേഴ്സ് എല്ലാവരും കഴിഞ്ഞ 4-6 മാസമായിട്ട് എക്സ്ട്രീം, ഇപ്പോൾ നമ്മുടെ പ്രോപ്പ് അക്കൗണ്ട് ആണെങ്കിലും നമ്മുടെ നോൺ ഡയറക്ഷൻ ട്രേഡ്സ് ഒക്കെ ആണെങ്കിലും എക്സ്ട്രീം പ്രോഫിറ്റ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ്, പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ ആണെങ്കിലും 6% ചെയ്യുന്ന ഒരു 50% ആളുകളും ഈ നോൺ ഡയറക്ഷൻ സ്ട്രാറ്റജീസ് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തത് എന്നാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജീസ് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ US പോയാൽ, ഇപ്പോൾ US മാർക്കറ്റിൽ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, US മാർക്കറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതേ നോൺ ഡയറക്ഷൻ സ്ട്രാറ്റജീസാണ് എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡേഴ്സിന് ഈ നോൺ ഡയറക്ഷൻ സ്ട്രാറ്റജീസ് വലിയ റിട്ടേൺസ്, ഇപ്പോൾ 2023 നല്ല ലോസ് മേക്ക് ചെയ്ത ആളുകളുണ്ട് ഈ നോൺ ഡയറക്ഷൻ വെച്ച്. അവരൊക്കെ 24 ലാസ്റ്റ് ആയപ്പോഴേക്കും 25 ആയപ്പോഴേക്കും നല്ല റിട്ടേൺ, ഈ വർഷം സെല്ലേഴ്സിൻ്റെ റിട്ടേൺ എനിക്ക് എങ്ങനെ നോക്കിയാലും ഒരു 60% മുകളിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ. ആണല്ലേ. എനിക്കോട് ബാംഗ്ലൂർ ഇവൻറ്റ് അടിപൊളിയായിരുന്നു. നമ്മൾ ബേബിനെ കൊണ്ടാണ് പോയത്, അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റെ സമയം അനുസരിച്ചൊക്കെ ഒരുപാട് പേരോട് സംസാരിച്ചു. എല്ലാം നല്ല അടിപൊളി വലിയ വലിയ ട്രേഡേഴ്സ്. അതിൽ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിരുന്നത് കാർത്തിക് എന്ന് പറഞ്ഞൊരു പുള്ളി മൾട്ടി ബാഗർ സ്റ്റോക്സ് മാത്രം കണ്ടുപിടിക്കുന്ന ഒരാളാണ്. ഏകദേശം 20 വർഷമായിട്ട് മാർക്കറ്റിൽ പുള്ളിയുടെ ഫുൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്പർ വരെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഹോൾഡിങ്സ് ഒക്കെ അദ്ദേഹം കാണിച്ചു തന്നു. അപ്പം ഞാൻ എന്നിട്ട് അപ്പം തന്നെ പുള്ളിക്ക് ഫോൺ കൈ തന്നു, ഞാൻ പിയാൻഡിലേക്ക് എടുത്ത് നോക്കി. പക്ഷെ എനിക്കോട് റീസെൻ്റ്ലി അറിയാമല്ലോ, ഈവൻ ഏത് സ്റ്റോക്ക് ആണെങ്കിലും മാർക്കറ്റ് ബെയറിഷ് ആയിരുന്നു. പക്ഷെ പുള്ളിയുടെ കഴിഞ്ഞ മുന്നത്തെ പിയാൻഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി GRC ഒക്കെ പുള്ളി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അത്ര നല്ല ഇവന്റ് ആയിരുന്നു, എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പം നിങ്ങളായാലും ഇങ്ങനെയുള്ള ഇവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത ഇവൻ്റൊക്കെ ഞാൻ കേരളത്തിൽ നിന്ന് ആകെ ഇപ്പോൾ ഒരു 250 ആൾ അറ്റൻഡ് ചെയ്തതിൽ കേരളത്തിൽ നിന്ന് ഒരു 10 ആളോ 15 ആളോ എങ്ങാണ്ട് ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കൊൽക്കത്ത എന്നൊക്കെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മലയാളീസ് ഇത്തരത്തിലുള്ള വലിയ ഇവൻറ്റ്സ്, എനിക്ക് തോന്നുന്നു ടിക്കറ്റ് സൈസ് വലുതായതുകൊണ്ടായിരിക്കും പലരും വരാത്തത്. പിന്നെ 2 ദിവസം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. ഇപ്പോൾ 25,000 രൂപയായിരുന്നു അവിടുത്തെ എൻട്രി ഫീ ഒക്കെ, 2 days അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് അതൊരു നഷ്ടമായിട്ടൊന്നും കൂട്ടരുത്. അവിടെ നിന്നുണ്ടാവുന്ന മാർക്കറ്റിൽ കളയുന്ന നഷ്ടത്തിന്റെ അത്രയും ഒരു ദിവസത്തെ സ്റ്റോപ്പ് ലോസിൽ കൂടുതലൊന്നും ഇല്ല. അതെ, അപ്പോൾ അങ്ങനെ വിചാരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊക്കെ ഈവൻറ്റ്സ് ഒക്കെ ഇപ്പം സുനിലിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഞാനത് അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ അതിനൊന്നും പൈസ ചിലവാക്കില്ല സത്യം. പക്ഷേ എനിക്ക് അങ്ങനെ പോയപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഇങ്ങനെയൊക്കെ പോകണം. ഒരാൾക്കുള്ള പൈസ ചിലവായുള്ളൂ, എനിക്ക് എന്തായാലും ഡയറക്റ്റ് എൻട്രി. അതെ അതെ, സുനിൽ സ്പീക്കർ ആയതുകൊണ്ട് എനിക്ക് മാത്രമേ ഇതായുള്ളൂ. ഓക്കെ, പിന്നെ അപ്പം എല്ലാവരും ഇപ്പം 25,000 അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഈവൻ 5,000 രൂപയ്ക്ക് ഇവൻറ്റ്സ് ഒക്കെ വരാറുണ്ടല്ലോ, നമ്മൾ പോലും കേരളത്തിൽ നടത്താറുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് പുതിയ ഇവൻറ്റ്സ് ഒന്നും ഇല്ല പറയാൻ. ഇല്ല, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ സൺഡേയും ഒരു അവയർനെസ് പ്രോഗ്രാം നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനായിട്ട്, ഓൺലൈനല്ല. അപ്പോൾ അത് നമ്മുടെ ടീമായിട്ടൊരു ഫ്രീ ഇവൻറ്റ്സ് എല്ലാ സൺഡേസിലും നമ്മൾ ഫ്രീ ഇവൻറ്റ്സ് ഒരു അവയർനെസ്, സ്റ്റോക്ക് മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യണമെങ്കിലും അങ്കമാലിലാണ് ഓഫീസ്, എനിക്ക് തോന്നുന്നു അകലെ നിന്നും ആർക്കും വരാൻ പറ്റില്ല, എറണാകുളം ജില്ലക്കാർക്കേ വരാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ തൃശ്ശൂരിൽ നിന്നും ആൾക്കാർക്ക്, അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് ആണ്. ഇങ്ങനെ ചെറിയ ചെറിയ നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനത്തെ ഇവൻറ്റ്സ് പോയി കഴിയുമ്പോൾ നെറ്റ്വർക്ക് കൂടുകയും കമ്മ്യൂണിക്കേഷൻ കൂടുകയും കേരളത്തിൻ്റെ പുറത്ത് ഈ കമ്മ്യൂണിറ്റിയിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അതൊക്കെ വലിയ കാര്യമാണ്. ഇപ്പോൾ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ആലോചിക്കണമെന്നില്ല, നമ്മളിപ്പോൾ പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോൾ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലേ. മാർക്കറ്റ് മോളിൽ പോകുന്നത് അതിൽ പരം വേറെ ഒന്നും തന്നെ ഇല്ല. ഫുള്ള് പോസിറ്റിവിറ്റി ഒന്നും പറയാറില്ലല്ലോ, ഫുൾ നെഗറ്റിവിറ്റികൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ March 20 മാർക്കറ്റ് റിവേഴ്സ് ആവുമെന്ന് പറഞ്ഞ് ബുള്ളിഷ്നെസ് മൊത്തം ഞാൻ പിടിച്ച ആളല്ലേ. അത് ശരിയാണ്, പക്ഷെ അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഈ തവണ എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ എത്ര ദിവസമായി 1, 2, 3, 6, 7ാമത്തെ ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഗ്രീൻ മാർക്കറ്റ് വരുന്നു, അല്ലെങ്കിൽ ബുള്ളിഷായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ മേജർ 430 റേഞ്ച് അല്ലെ 350 to 400 റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ മാർക്കറ്റ് പോകാൻ പോകുന്നത് ഓൾ ടൈം ഹൈയിലാണ്. ഇതിനകത്ത് ഏറ്റവും ബുള്ളിഷായിട്ട് നിൽക്കുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണ് ഞാൻ പറയുന്നത്? ഏറ്റവും ചീപ്പ് വാല്യുവേഷനിൽ പോലും നിൽക്കുന്നത് ബാങ്കാണ്. ബാങ്ക് കൺസിഡർ ചെയ്യാം. മെറ്റൽ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഓട്ടോ പാർട്സ് മൂവ് ചെയ്യുന്നുണ്ട്, എനർജി സെക്ടേഴ്സ് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സിമെൻറ്റ് സെക്ടേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ നല്ല മൂവ്മെൻറ്റ്സ്.
ബാങ്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് ബാങ്കിൻ്റെ വാല്യൂഷൻ ഇത് ബുള്ളിഷ് മാർക്കറ്റാണ് വരുന്നതെങ്കിൽ ഫാർമയൊക്കെ ഇൻഡെക്സ് ഫാർമയും ഓൾട്ടൈ ഹൈ തന്നെയാണ്. ഫാർമ മെറ്റലൊക്കെ ഓൾട്ടൈ ഹൈയിലാണ്. ഞാൻ കഴിഞ്ഞ മുന്നത്തെ ആഴ്ച അനാലിസ് ചെയ്തപ്പോൾ എല്ലാം ഓൾട്ടൈ ഹൈയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു ഫീൽഡാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഒരു ബുള്ളിഷ്നെസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മേജർ ബുൾ മാർക്കറ്റാണ് അടുത്ത 6 മാസം ഉണ്ടാവുന്നെങ്കിൽ ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ മെറ്റൽ സ്റ്റോക്കുകളാണ് ഏറ്റവും ലീഡ് ചെയ്യുന്നത്. ഡൗൺ സൈഡ് റിസ്ക് കുറവാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ബാങ്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എനർജി, ഈ പറഞ്ഞ AI വരുമ്പോൾ എനർജിക്കായിരിക്കും അടുത്ത ഡിമാൻഡ്. AIയിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നത് നമുക്കറിയാം. ഗ്ലോബലി AIയിൽ ഒരു രക്ഷയില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ AIക്കൊക്കെ നിലനിൽക്കാനായിട്ട് എനർജി, ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് കൂടുകയും ഇലക്ട്രിസിറ്റി സെക്ടർ മൊത്തത്തിലൊന്ന് ബൂമാവാനുള്ള എല്ലാ സാധ്യതകളുമാണുള്ളത്. അതുപോലെ തന്നെ ഗോൾഡ് എങ്ങനെയാണ്? ഗോൾഡ് സിൽവർ എല്ലാവരും ഗോൾഡും സിൽവറിലും ബൈ ഇൻവെസ്റ്റ് ചെയ്യട്ടെ എല്ലാവരും ചോദിക്കുന്നതാണ്. അല്ല, താഴെ വെച്ചത് പറഞ്ഞിട്ട് ആർക്കും വേണ്ടായിരുന്നു. ഞാൻ പറയുന്നത് 1.5 വർഷം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പ് സിൽവറിനെയും ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ ആരും ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷേ കറൻ്റ്ലി എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് കറൻ്റ്ലി എല്ലാവരും ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെഡ് സിഗ്നലായിട്ട് അതിനെ കാണണം. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആരും പറയാത്ത ഇക്വിറ്റി ഉണ്ടെങ്കിൽ ഇക്വിറ്റി എടുക്കണം. മനസ്സിലായില്ലേ? ഇനി ഇക്വിറ്റിനെ കുറിച്ച് എല്ലാവരും പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗോൾഡ് സിൽവർ. ഇതാണ് പാറ്റേൺ. എല്ലാവരും പറയുമ്പോൾ എല്ലാവരും വാങ്ങാൻ പറയുമ്പോൾ വിൽക്കുകയും എല്ലാവരും വിൽക്കാൻ പറയുമ്പോൾ വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടി. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നല്ല എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സിലും അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും സ്വർണം 1,00,000 എല്ലാം എനിക്ക് തോന്നുന്നു. ഗോൾഡ് ഒന്നും പുതിയത് മേടിക്കുന്നില്ല. ഞാനില്ല, എനിക്കിപ്പോൾ മേടിക്കുന്നത്. പക്ഷെ എനിക്ക് സ്വർണ്ണത്തിന് വില കുറഞ്ഞിട്ട് മേടിക്കാൻ പറ്റുമെങ്കിൽ തോന്നല്ല. അതുകൊണ്ട് എല്ലാവർക്കും വിഷമമായി ഉണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് മലയാളികളും സൗത്ത് ഇന്ത്യൻസും ആക്ച്വലി ഹാപ്പിയാണ്. കാരണം അവരുടെ വീടുകളിലെല്ലാം അത്യാവശ്യത്തിന് ഗോൾഡ് ഉള്ള ആളുകളാണ്. കമ്പാരിറ്റീവ്ലി ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സും വേൾഡും വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻസിൻ്റെ വീടുകളിലാണ് കൂടുതൽ ഗോൾഡ് ഉള്ളത്. അതുകൊണ്ട് ഇത് ഇൻഡയറക്ട്ലി എല്ലാവർക്കും കുറച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത റാലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബുള്ളിഷ്നെസ് ഓൾ ടൈം ഹൈ എത്തോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. 26,000 ദീപാവലിയോടുകൂടി 26,000 ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഹിറ്റ് ആവട്ടെ. അപ്പോൾ എന്തായാലും നിഫ്റ്റി 26,000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും 26,000 എത്തിയിട്ടായിരിക്കും എഗെയിൻ കറക്ഷൻ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ, 26,000 എത്തോ ഇല്ലയോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു വ്യൂ എന്താണ്? മാർക്കറ്റ് ഓൾമോസ്റ്റ് ബുള്ളിഷ് ആയോ? ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ഒരു ഏതൊക്കെ സ്റ്റോക്കുകൾ നിങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്? എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.